Dear students, 4th semester BCom-ന്റെ Quantitative Techniques for Business എന്ന പേപ്പറിൻ്റെ 15ാമത്തെ വീഡിയോ. An article manufactured by a company consists of two parts A and B. In the process of manufacturing of part A, 9 out of 100 are likely to be defective. Similarly, 5 out of 100 are likely to be defective in the manufacture of part B. Calculate the probability that the assembled part will be defective. ഒരു ആർട്ടിക്കിൾ രണ്ട് കമ്പോണൻസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എ മാനുഫാക്ചർ ചെയ്യുമ്പോൾ 100-ൽ 9 ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പാർട്ട് ബി മാനുഫാക്ചർ ചെയ്യുമ്പോൾ 100-ൽ 5 ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് അസംബിൾഡ് പാർട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. അസംബിൾഡ് പാർട്ട് ഡിഫക്റ്റീവ് ആവണമെങ്കിൽ എ ഡിഫക്റ്റീവ് ആയാൽ അസംബിൾഡ് പാർട്ട് ഡിഫക്റ്റീവ് ആണ്. ബി ഡിഫക്റ്റീവ് ആയാലും അസംബിൾഡ് പാർട്ട് ഡിഫക്റ്റീവ് ആണ്. ഇനി എയും ബിയും ഡിഫക്റ്റീവ് ആയാലും അസംബിൾഡ് പാർട്ട് ഡിഫക്റ്റീവ് ആണ്. ഇവിടെ നമുക്കറിയാം ഈ പ്രോബ്ലത്തിൽ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ദ അസംബിൾഡ് പാർട്ട് വിൽ ബി ഡിഫക്റ്റീവ്. അസംബിൾഡ് പാർട്ട് ഡിഫക്റ്റീവ് ആവണമെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് 9/100 ആയിട്ട് എടുക്കാം. പി ഓഫ് ബി എന്ന് പറയുന്നത് 5/100 ആയിട്ട് എടുക്കാം. പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 9/100, പ്രോബബിലിറ്റി ഓഫ് ബി ഈക്വൽ ടു 5/100. ഇനി നമുക്ക് കാണേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ദ അസംബിൾഡ് പാർട്ട് വിൽ ബി ഡിഫക്റ്റീവ് എന്നാണ്. അതായത് പി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത് എ ആയാലും ബി ആയാലും എയും ബിയും ആയാലും ഒക്കെ അസംബിൾഡ് പാർട്ട് നെഗറ്റീവ് ആയിരിക്കും. അതായത് 9/100 പ്ലസ് 5/100 മൈനസ് 9/100 ഇൻറ്റു 5/100. അപ്പോൾ എന്ത് വരും? 14/100 മൈനസ് 45/10,000 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1355/10,000 അങ്ങനെ എഴുതാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അസംബിൾഡ് പാർട്ട് ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി കാണാം. ഡിഫക്റ്റീവ് ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ദാറ്റ് ദ അസംബിൾഡ് പാർട്ട് നോട്ട് ടു ബി ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി നോട്ട് ഡിഫക്റ്റീവ്. അപ്പോൾ രണ്ട് നോട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി നമുക്ക് കാണാം. പി ഓഫ് പാർട്ട് എ നോട്ട് ടു ബി ഡിഫക്റ്റീവ്, that is P of A dash equal to 1 minus PA equal to 1 minus 9/100 equal to 91/100. അതുപോലെ probability of part B not to be defective, P of P dash equal to 1 minus P of A, 1 minus 5/100, 95/100. അടുത്തത് probability that the assembled part not to be defective. assembled part not to be defective ആവുന്ന എ ഡിഫക്റ്റീവ് ആവാതിരിക്കുക, ബിയും ഡിഫക്റ്റീവ് ആവാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അസംബിൾഡ് പാർട്ട് ഡിഫക്റ്റീവ് ആവില്ല. ഈക്വൽ ടു പി ഓഫ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി നോട്ട് ഡിഫക്റ്റീവ്, ദാറ്റ് ഈസ് പി ഓഫ് എ ഡാഷ് ആൻഡ് ബി ഡാഷ്, ദാറ്റ് ഈസ് പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഓർ പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 91/100 ഇൻറ്റു 95/100. 91/100 ഇൻറ്റു 95/100 8645/10000. നമുക്ക് കാണേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ദ അസംബിൾഡ് പാർട്ട് വിൽ ബി ഡിഫക്റ്റീവ്. അപ്പോൾ പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് കാരണം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ എഴുതാൻ കഴിഞ്ഞത്. ഇനി പ്രോബബിലിറ്റി ദാറ്റ് ദ അസംബിൾഡ് പാർട്ട് വിൽ ബി ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ദാറ്റ് ദ അസംബിൾഡ് പാർട്ട് നോട്ട് ടു ബി ഡിഫക്റ്റീവ് എന്നാണ്. അപ്പോൾ 1 മൈനസ് 8645/10000 ഈക്വൽ ടു 1355/10,000. ഇതാണ് ആൻസർ. അപ്പോൾ പി ഓഫ് എ കാണാം, പി ഓഫ് ബി കാണാം, പിന്നെ പി ഓഫ് എ ഡാഷ് കാണാം, പി ഓഫ് ബി ഡാഷ് കാണാം, പിന്നെ പി ഓഫ് എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കണ്ടാൽ അത് 1-ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. ഞാൻ അതല്ലെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി കണ്ടാൽ മതി. അസംബിൾഡ് പാർട്ട് വിൽ ബി ഡിഫക്റ്റീവ് എന്നാൽ എ ഡിഫക്റ്റീവ് ആവും, ബി ഡിഫക്റ്റീവ് ആവും, എയും ബിയും ഡിഫക്റ്റീവ് ആവുന്നതാണ്. അപ്പോൾ 9/100 പ്ലസ് 5/100 മൈനസ് 9/100 ഇൻറ്റു 5/100 അങ്ങനെ വരുമ്പോൾ 14
എന്താ പറയുന്നത് 14/100 മൈനസ് 45/10,000. അത് സിംപ്ലിഫൈ ചെയ്താലും then you get 1355 by 10,000. A university has to select an examiner from a list of 50 persons. 20 of them are women and 30 men. 10 of them know Hindi and 40 do not. 15 of them are teachers and remaining are not. What is the probability that the university is selecting a Hindi knowing woman teacher? Probability of selecting a Hindi knowing woman teacher. Hindi knowing woman teacher means selecting a Hindi knowing person, selecting woman, selecting a teacher. അതിനുശേഷം A intersection B intersection C കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് probability of selecting a Hindi knowing person എന്നുള്ളതിന് P of A എന്ന് എഴുതാം. Here the events are independent. Probability of selecting a Hindi knowing person എന്ന് പറയുന്നത് P of A എന്താണ്? 10 of them know Hindi. ആകെ 50 പേരുണ്ട്, 10 പേർക്ക് ഹിന്ദി അറിയാം. അപ്പോൾ 10/50. അടുത്ത് probability of selecting a woman. ഇവിടെ 20 of them are women and 30 men. 50-ൽ 20 പേര് സ്ത്രീകളും 30 പേര് പുരുഷന്മാരുമാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 20/50. അടുത്തിനി എന്താണ്? probability of selecting a teacher. That is P of C. 15 of them are teachers and remaining are not. 15 പേര് ടീച്ചേഴ്സും ബാക്കി 35 പേര് ടീച്ചേഴ്സ് അല്ലാത്തവരുമാണ്. അപ്പോൾ ഒരു ടീച്ചറെ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 15/50. ഇനി നമുക്ക് കാണേണ്ടത് probability of selecting a Hindi knowing woman teacher. That is A intersection B intersection C. Probability of A intersection B intersection C. ഹിന്ദി അറിയുന്നവരാണ്, സ്ത്രീ ആയിരിക്കണം, ടീച്ചർ ആയിരിക്കണം. അപ്പോൾ A intersection B intersection C. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ് ഇതെല്ലാം. അപ്പോൾ P of A into P of B into P of C equal to 10/50 into 20/50 into 15/50. 1/5 into 2/5 into 3/10. That is 3/125. Two persons A and B attempt independently to solve a puzzle. The probability that A will solve is 3/5 and the probability that B will solve is 1/3. Find the probability that the puzzle will be solved by at least one of them. അപ്പോൾ രണ്ടാളുകളുണ്ട്, എയും ബിയും. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആ പസിൽ സോൾവ് ചെയ്യാൻ പോവുകയാണ്. എ സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 3/5 ആണ്, ബി സോൾവ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയത് ഒരാളെങ്കിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് വൺ പറഞ്ഞാൽ യൂണിയൻ എന്ന അർത്ഥത്തിലെടുക്കാം. ആർക്കും ചെയ്യാം, എക്കും ആവും ബിക്കും ആവും, എക്കും ബിക്കും ചെയ്യാമെന്ന് അർത്ഥം. ഇപ്പോൾ P of A യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ P of A plus P of B minus P of A intersection B. അതായത് 3/5 plus 1/3 മൈനസ് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് P of A intersection B എന്ന് പറഞ്ഞാൽ P of A into P of B എന്ന് വരും. അപ്പോൾ 3/5 into 1/3 അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/5 plus 1/3 minus 3/5 into 1/3. അതായത് 14/15 മൈനസ് 3/15 11/15 അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ സോൾവ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് നൺ ഒരു ഇതുണ്ട്. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ സോൾവ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ സോൾവ്. നൺ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ A does not solve, B does not solve. That is A dash intersection B dash. അപ്പോൾ P of A dash into P of B dash കണ്ട് അത് ഒന്നിൽ നിന്ന് മൈനസ് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. നോക്കാം. P of A solves the problem equal to P of A equal to 3/5. A does not solve the problem. P of A dash 1 minus P of A 1 minus 3/5 equal to 2/5. P of B solves the problem 1/3. P of B does not solve the problem. P of B dash equal to 1 minus P of B 1 minus 1/3 2/3. അപ്പോൾ A does not solve the problem എന്ന് പറയുന്നത് 2/5. Probability of B does not solve the problem 2/3. അറ്റ്ലീസ്റ്റ് വൺ സോൾവ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് നൺ സോൾവ് ദി പ്രോബ്ലം. ദാറ്റ് ഈസ് P of 1 minus P of A does not solve and B does not solve. That is 1 minus P of A dash intersection B dash. എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണ്, അതുകൊണ്ട് A ഡാഷും B ഡാഷും ഇൻഡിപെൻഡൻ്റ് ആണ്. 1 minus P of A dash into P of B dash equal to 1 minus 2/5 into 2/3. 1 minus 4/15. 15/15 minus 4/15 11/15. ഇങ്ങനെ ചെയ്യാം. A speaks truth in 70% cases and B in 85% cases. In what percentage of cases they likely to contradict each other in stating the same fact? A speaks truth in 70% cases.
B speaks truth in 85% cases. That is, A does not speak truth in 30% cases and B does not speak truth in 15% cases. Let P of A equal to probability that A speaks truth. അത് 70% ആണ് എന്ന് വെച്ചാൽ 70/100. Probability of A speaks truth 70/100 equal to 0.7. Let P of A dash equal to probability that A does not speak truth. That is P in the bracket A does not speak truth. അപ്പോൾ 70% ആകുമ്പോൾ മറ്റ് 30%. 30/100 that is 0.3. Probability of B equal to probability that B speaks truth. That is P. Probability that B speaks truth equal to 85/100 equal to 0.85. Probability of B dash. Probability that B does not speak truth equal to 15/100 that is 0.15. So P of A 0.7, P of A dash 0.3, P of B 0.85, P of B dash 0.15. Probability that A and B contradict each other equal to probability that A speaks truth and B does not, or A does not speak truth and B speaks truth. Probability that A and B contradict each other എന്ന് പറഞ്ഞാൽ A സത്യം പറയുന്നു, B അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ A സത്യം പറയുന്നില്ല, B സത്യം പറയുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്നാൽ കോൺട്രഡിക്ഷനായി. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ ഒന്നുകിൽ A speaks truth and B does not, or A does not speak truth and B speaks truth. That is A and B dash, A and B dash, or എന്ന് പറഞ്ഞാൽ യൂണിയൻ A dash and B. പക്ഷേ ഈ രണ്ട് ഇവൻറ്റ്സും, അത് A and B dash എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്, A dash and B എന്ന് പറയുന്ന രണ്ടാമത്തെ ഇവൻറ്റ്, ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് P of A യൂണിയൻ B, P of A പ്ലസ് P of B എന്നാണ്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് A and B dash പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A dash and B. ഇനി എയും ബി ഡാഷും, എയും ബിയും എല്ലാം ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആണ്. അപ്പോൾ എയും ബി ഡാഷ് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ P of A ഇൻറ്റു P of B പ്ലസ് P of A into P of B dash plus P of A dash into P of B. A and B dash P of A into P of B dash plus P of A dash into P of B equal to 0.7 into 0.15 plus 0.3 into 0.85. That is 0.105 plus 0.255. Add it all 0.360, that is 0.36. അപ്പോൾ 0.36 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ എന്താണ്? 70% എന്ന് പറഞ്ഞാൽ 70/100 ആണ്. അപ്പോൾ 0.36 ആണ് 100 കൊണ്ട് ഗുണിച്ചാൽ 36%. 36% ആണ് 36/100, ദാറ്റ് ഈസ് 0.36 ആയിട്ട് മാറുന്നത്. Therefore, percentage of cases in which A and B contradict each other equal to 0.360. ഈ 0 ആവശ്യമൊന്നുമില്ല, 0.36 തന്നെയാണ്. ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 36%. അപ്പോൾ percentage of cases in which A and B contradict each other is 36%. A box contains 3 red and 7 white balls. One ball is drawn at random and in its place a ball of the other color is put in the box. Now one ball is drawn at random from the box. Find a probability that it is red. A box contains 3 red and 7 white balls. One ball is drawn at random and in its place a ball of the other color is put in the box. Now one ball is drawn at random from the box. Find a probability that it is red. 3 റെഡും 7 വൈറ്റ് ബോൾസ് ഉണ്ട്. ആദ്യം ഒരു ബോൾ എടുക്കുന്നു. എടുത്ത ബോൾ ഏത് കളറാണോ അതല്ലാത്ത കളർ, അതായത് റെഡ് ബോൾ എടുക്കുകയാണെങ്കിൽ വൈറ്റ് ബോൾ ബോക്സിലേക്ക് തന്നെ വയ്ക്കുന്നു, അല്ലെങ്കിൽ വൈറ്റ് ബോളാണ് എടുത്തെങ്കിൽ മറ്റൊരു റെഡ് ബോൾ ബോക്സിലേക്ക് വയ്ക്കുന്നു. അതിനുശേഷം രണ്ടാമതൊരു ബോൾ എടുക്കുന്നു. ഈ രണ്ടാമതെടുത്ത ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് ഡ്രോയിങ് എ റെഡ് ബോൾ ഇൻ ദി സെക്കൻഡ് ടൈം. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇതെങ്ങനെയൊക്കെയാവാം? 2 രീതിയിലാവാം. പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫസ്റ്റ് ടൈം ആൻഡ് ദെൻ ഡ്രോയിങ് എ റെഡ് ബോൾ ഇൻ ദി സെക്കൻഡ് ടൈം, അല്ലെങ്കിൽ ഡ്രോയിങ് എ റെഡ് ബോൾ ഫസ്റ്റ് ടൈം ആൻഡ് ദെൻ ഡ്രോയിങ് എ റെഡ് ബോൾ ഇൻ ദി സെക്കൻഡ് ടൈം. അപ്പോൾ ആദ്യം ഒരു വൈറ്റ് ബോൾ എടുക്കുക, അതിനുശേഷം നമുക്ക്
റെഡ് ബോൾ കിട്ടുക, രണ്ടാമത്തെ തവണ റെഡ് ബോൾ, ആദ്യത്തെ തവണ ആദ്യം നമുക്കൊരു വൈറ്റ് ബോൾ കിട്ടുക, രണ്ടാമത് റെഡ് ബോൾ കിട്ടുക, അല്ലെങ്കിൽ ആദ്യവും റെഡ് ബോൾ കിട്ടുക, രണ്ടാമതും റെഡ് ബോൾ കിട്ടുക, അങ്ങനെയാവാം. അപ്പോൾ ആദ്യം വൈറ്റ് ബോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 7/10 ആണ്. രണ്ടാമത് റെഡ് ബോൾ കിട്ടുക എന്ന് പറഞ്ഞാലോ, അതായത് പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫസ്റ്റ് ടൈം ആൻഡ് ദെൻ ഡ്രോയിങ് എ റെഡ് ബോൾ ഇൻ ദി സെക്കൻഡ് ടൈം. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ആദ്യം വൈറ്റ് ബോൾ കിട്ടുന്നു, വൈറ്റ് ബോൾ കിട്ടാനുള്ള 7/10. പക്ഷേ നമ്മൾ വൈറ്റ് ബോളാണ് കിട്ടിയത് എങ്കിൽ ഒരു വൈറ്റ് ബോൾ അതിൽ കുറയും, അപ്പോൾ 6 വൈറ്റ് ബോളും 3 റെഡ് ബോളാണ്. പക്ഷേ നമ്മൾ പിന്നീട് അതിലേക്ക് ഇടുന്നത് എന്താണ്? റെഡ് ബോളാണ്. അപ്പോൾ എന്തായിട്ട് മാറും? 4 റെഡും 6 വൈറ്റുമാണ് ഉണ്ടാവുക. ആ 4 റെഡും 6 വൈറ്റിൽ നിന്നുമാണ് റെഡ് എടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? 4/10. നമുക്ക് നോക്കാം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഓർ പ്രോബിലിറ്റി ഓഫ് എ ആൻഡ് ബി ഓർ പ്രോബിലിറ്റി ഓഫ് സി ആൻഡ് ഡി അങ്ങനെ വരും. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നില്ല, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി പ്ലസ് പി ഓഫ് സി ഇൻറ്റു പി ഓഫ് ഡി. ഇനി പി ഓഫ് എ എന്താണ്? പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വൈറ്റ് ബോൾ കിട്ടുക, അതായത് 7/10. പിന്നെ എന്താണ്? നമുക്ക് വൈറ്റ് ബോൾ എടുത്താൽ പിന്നെ ഇവിടെ എന്തുണ്ടായിരിക്കും? 3 റെഡും 6 വൈറ്റുമാണ് ഉള്ളത്. പക്ഷേ നമ്മളപ്പോൾ അതിലേക്ക് എന്ത് ഇടുന്നുണ്ട്? ഒരു റെഡ് ബോൾ ഇടുന്നുണ്ട്. അപ്പോൾ 4 റെഡും 6 വൈറ്റുമായിട്ട് മാറി. അതിൽ നിന്നാണ് ഒരു റെഡ് ബോൾ രണ്ടാമത്തെ തവണ എടുക്കുന്നത്. അപ്പോൾ 4/10 പ്ലസ് പി ഓഫ് സി എന്താണ്? ഡ്രോയിങ് എ റെഡ് ബോൾ ഫസ്റ്റ് ടൈം. ആദ്യം ഒരു റെഡ് ബോളിനെ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 3/10. റെഡ് ബോൾ നമ്മൾ എടുത്താൽ ഇവിടെ 3 റെഡും 7 വൈറ്റുമാണ്. ഒരു റെഡ് ബോൾ എടുത്തു, അപ്പോൾ പിന്നെ ഉള്ളത് 2 റെഡും 7 വൈറ്റുമാണ്. അപ്പോൾ റെഡ് എടുത്തത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് വീണ്ടും തിരിച്ചു വയ്ക്കുന്നത് ഒരു വൈറ്റ് ബോളാണ്. അപ്പോൾ 2 റെഡും 8 വൈറ്റുമായിട്ട് മാറും. അപ്പോൾ രണ്ടാം തവണ റെഡ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും പ്രോബിലിറ്റി? 2/10. അതാണ് 2/10 ആയത്. 2/10. അപ്പോൾ 7/10 ഇൻറ്റു 4/10 പ്ലസ് 3/10 ഇൻറ്റു 2/10. ദാറ്റ് ഈസ് 28/10 പ്ലസ് 6/10, 34/10 or 17/50. 20% of students in a university are graduates and 80% are undergraduates. The probability that graduate student is married is 0.5 and the probability that an undergraduate student is married is 0.1. If one of the students is selected at random, what is the probability that the student selected is married? 20% of the students in a university are graduates and 80% are undergraduates. The probability that graduate student is married is 0.5 and the probability that an undergraduate student is married is 0.1. If one of the student is selected at random, what is the probability that the student selected is married? The student selected is married means graduate student is selected and he is married. അങ്ങനെയാവാം. അല്ലെങ്കിൽ the undergraduate student is selected and he is married. രണ്ട് രീതിയിലാവാം. Graduate student is selected and he is married and undergraduate student is selected and he is married. Probability that the student selected is married equal to probability that graduate student is selected and he is married. അതായത് probability of selecting a graduate student അത് 20% 20/100. പിന്നെ എന്താണ്? ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ഈസ് മാരീഡ്, അതായത് പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഒരു കണ്ടീഷൻ ഉണ്ട്, മാരീഡ് ആണോ അവൻ എങ്ങനെയുള്ള ആളാണോ? ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് കൂടെ ആവണം. ആ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ദാറ്റ് ഈസ് ഹിയർ probability of A and B or probability of C and D. Graduate student is selected and he is married, A and B. Or the undergraduate student is selected and he is married, C and D. Equal to probability of A intersection B union C intersection D. നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ആദ്യത്തെ രീതിയിൽ ഓർ രണ്ടാമത്തെ രീതിയിൽ, രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നില്ല. ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പോൾ P of A intersection B plus P of C intersection D. That is P of A into probability of B given A. ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് probability of A into probability of B given A. Probability of selecting a married student under the condition that he is a graduate. അതുപോലെ ഇവിടെ probability of C എന്ന് പറഞ്ഞാൽ undergraduate students 80 ആണ്. 80% 80/100.
പിന്നെ എന്താണ് പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ മാരീഡ് സ്റ്റുഡൻറ്റ് അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് ഹീ ഈസ് ആൻ അണ്ടർ ഗ്രാജുവേറ്റ്. അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ പ്ലസ് പി ഓഫ് സി ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ സി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 20%, 20/100. ഇത് 0.5 പ്രോബിലിറ്റി ദാറ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ഈസ് മാരീഡ്. പിന്നെ പ്രോബിലിറ്റി ഓഫ് സി, പ്രോബിലിറ്റി ദാറ്റ് ആൻ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ദാറ്റ് ഈസ് 80% ആണ്, 80/100. അടുത്തത് an undergraduate student is married 0.1. Simplify ചെയ്യുമ്പോൾ 20 into 0.5 to 2/100. 20 into 0.5 10/100 1/10 0.1. 80/100 0.8 into 1 0.08 0.18. അതാണ് probability that the student selected his marriage is 0.18. An urn A contains 2 white and 4 black balls. Another urn B contains 5 white and 7 black balls. A ball is transferred from the urn A to urn B. Then a ball is drawn from urn B. Find the probability that it will be white. An urn A contains 2 white, 4 black. എയിൽ 2 വൈറ്റും 4 ബ്ലാക്കും ആണ്. ബി എന്ന് പറയുന്ന ഏണിൽ 4 വൈറ്റ് 7 ബ്ലാക്കാണ്. എയിൽ നിന്ന് ഒരു ബോൾ ബിയിലേക്ക് ഇടുന്നു, അതിനുശേഷം ബിയിൽ നിന്നൊരു ബോൾ എടുക്കുന്നു. അത് വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇത് 2 രീതിയിൽ വരാം. എയിൽ നിന്നൊരു വൈറ്റ് ബോൾ ട്രാൻസ്ഫർ ചെയ്യാം, എന്നിട്ട് ബിയിൽ നിന്ന് വൈറ്റ് ബോൾ എടുക്കാം. അല്ലെങ്കിൽ എയിൽ നിന്നൊരു ബ്ലാക്ക് ബോൾ ട്രാൻസ്ഫർ ചെയ്യാം, എന്നിട്ട് ബിയിൽ നിന്ന് വൈറ്റ് ബോൾ എടുക്കാം. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് ലഭിക്കും. അപ്പോൾ നമുക്ക് എയിൽ നിന്നൊരു വൈറ്റ് ബോൾ ലഭിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? പ്രോബിലിറ്റി ദാറ്റ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ഏൺ എ. എയിൽ 2 വൈറ്റും 4 ബ്ലാക്കും ആണ്, അപ്പോൾ 2/6. പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം ഏൺ എ. 4 ബ്ലാക്ക് ഉണ്ട്, അപ്പോൾ 4/6. ഇതാണ് 2/6 4/6. ഇനി probability of drawing a white ball from the urn B if the transferred ball is white. എയിൽ നിന്നൊരു വൈറ്റ് ബോൾ ബിയിലേക്ക് ഇട്ടിട്ട് ബിയിൽ നിന്നൊരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ ബിയിൽ ഓൾറെഡി 5 വൈറ്റും 7 ബ്ലാക്കുമാണ്. അപ്പോൾ എയിൽ നിന്നൊരു വൈറ്റ് ബോൾ ട്രാൻസ്ഫർ ചെയ്താൽ 6 വൈറ്റും 7 ബ്ലാക്കും ആവും. അപ്പോൾ 6/13. Probability of drawing a white ball from urn B if the transferred ball is black. Probability of drawing a white ball from urn B if the transferred ball is black. ഇവിടെ 8 ബ്ലാക്ക് ആവും, 5 വൈറ്റും, 5/13. Probability of drawing a white ball from urn B. urn ബിയിൽ നിന്നൊരു വൈറ്റ് ബോൾ കിട്ടാൻ 2 രീതിയിലാവാം. എന്താണ്? നമ്മൾ ആദ്യം ഒരു വൈറ്റ് ബോൾ urn എയിൽ നിന്ന് എടുക്കുക, അത് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതിനുശേഷം ബിയിൽ നിന്ന് വൈറ്റ് ബോൾ എടുക്കുക. അതല്ലെങ്കിൽ എയിൽ നിന്നൊരു ബ്ലാക്ക് ബോൾ എടുക്കുക, അത് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ബിയിൽ നിന്ന് വൈറ്റ് ബോൾ എടുക്കുക. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് drawing a white ball from urn A and after transferring it to urn B, drawing a white ball from urn B. അല്ലെങ്കിൽ drawing a black ball from urn A and after transferring it to urn B, drawing a white ball from urn B. That is probability of A and B or C and D. That is ഇവിടെ A and B ഓർ സി ആൻഡ് ഡി, ഇതിലേതെങ്കിലും ഒന്നേ ഉള്ളൂ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയും സി ഇൻ്റർസെക്ഷൻ ഡിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതുകൊണ്ട് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി പ്ലസ് പി ഓഫ് സി ഇൻ്റർസെക്ഷൻ ഡി. ഇനി പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്നാണ്. അതായത് probability of drawing a white ball from urn A into probability of drawing a white ball from urn B under the condition that the transferred ball is white. ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടാണ്. അതുപോലെ probability of C intersection D എന്നാണ് probability of C into probability of D given C. That is probability of C എന്ന് പറഞ്ഞാൽ probability of drawing a black ball from urn A. Probability of D given C എന്ന് പറഞ്ഞാൽ probability of drawing a white ball from urn B if the transferred ball is black. ബ്ലാക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വൈറ്റ് ബോൾ എടുക്കുക. അങ്ങനെ കണ്ടീഷൻ പറയുന്നുണ്ട്. പി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ.
ദാറ്റ് ഈസ് പി ഓഫ് സി ഇൻറ്റു പി ഓഫ് ഡി ഗിവൺ സി. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ നമ്മൾ എഴുതി പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ഏൺ എ. എയിലെ എത്രയാണ്? 2 വൈറ്റും 4 ബ്ലാക്കുമാണ്. അപ്പോൾ 2/6 ഇൻറ്റു പിന്നെ ബി ഗിവൺ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഗിവൺ എ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ഏൺ ബി ഇഫ് ദ ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് വൈറ്റ്. 6/13 ആണ്, നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതുപോലെ പ്രോബിലിറ്റി ഓഫ് സി എന്ന് പറയുന്നത് ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം ഏൺ എ, അത് 4/6 ആണ്. ഇൻറ്റു ഇതിനകത്ത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ഏൺ ബി ആഫ്റ്റർ ട്രാൻസ്ഫറിങ് എ ബ്ലാക്ക് ബോൾ, ദാറ്റ് ഈസ് 5/13. അപ്പോൾ എന്ത് വരുന്നു? 2/2 ഇൻറ്റു 6 ഇൻറ്റു 13. ഇവിടെ 4 ഇൻറ്റു 5/6 ഇൻറ്റു 13. അപ്പോൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 എടുത്തു കഴിഞ്ഞാൽ 2 6 3 ടൈംസ്, അപ്പോൾ 6/39 പ്ലസ് ഇവിടെ 2 ക്യാൻസൽ ചെയ്താൽ 10/39. 6/39 10/39 16/39. 16/39 ആണ് ആൻസർ. Urn A contains 4 white and 3 red marbles, and urn B contains 2 white and 5 red marbles. One of the urn is to be chosen at random, and a marble is to be selected from the chosen urn. What is the probability of drawing a white marble? Urn A contains 4 white and 3 red marbles. അപ്പോൾ ചൂസിങ് ഫസ്റ്റ് ഏൺ, 2 ഏൺസ് ആണുള്ളത്, ഏൺ എ ഏൺ ബി. അപ്പോൾ ആദ്യത്തെ ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്, രണ്ടാമത്തെ ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. ഇനി ആദ്യത്തേൽ നിന്ന് വൈറ്റ് മാർബിൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 4/7 ആണ്, രണ്ടാമത്തേൽ നിന്ന് വൈറ്റ് മാർബിൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 2/7 ആണ്. അപ്പോൾ ഒരു വൈറ്റ് മാർബിൾ എടുക്കുക, ഏതെങ്കിലും ഒരു ഏണിൽ നിന്ന് ഒരു വൈറ്റ് മാർബിൾ എടുക്കുക എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണ്. ആദ്യം ഫസ്റ്റ് ഏൺ സെലക്ട് ചെയ്യുക, അതിൽ നിന്നൊരു വൈറ്റ് മാർബിൾ എടുക്കുക. അല്ലെങ്കിൽ സെക്കൻഡ് ഏൺ സെലക്ട് ചെയ്യുക, അതിൽ നിന്നൊരു വൈറ്റ് മാർബിൾ എടുക്കുക. ഈ 2 രീതിയിലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് ചൂസിങ് ഫസ്റ്റ് ഏൺ 1/2, probability of choosing second urn 1/2. Probability of drawing a white marble from the first urn equal to 4/7. കാരണം അവിടെ 4 വൈറ്റും 3 റെഡും ആണ്, അപ്പോൾ 4/7. Probability that drawing a white marble from the second urn, സെക്കൻഡ് ഇയറിൽ 2 വൈറ്റും 5 റെഡും ആണ്, അപ്പോൾ 2/7. അപ്പോൾ ചൂസിങ് ഫസ്റ്റ് ഇയർ 1/2, ചൂസിങ് സെക്കൻഡ് ഇയർ 1/2. കാരണം ആകെ 2 ഏൺസുകൾ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി 1/2 ആണ്. ഇനി ആദ്യത്തേൽ 4 വൈറ്റും 3 റെഡും ആണ്, അപ്പോൾ ഒരു വൈറ്റ് ലഭിക്കാനുള്ള പ്രോബിലിറ്റി 4/7. രണ്ടാമത്തേൽ 2 വൈറ്റും 5 റെഡും ആണ്, അപ്പോൾ ഒരു വൈറ്റ് ലഭിക്കാനുള്ള പ്രോബിലിറ്റി 2/7. Probability of drawing a white marble from one of the urns chosen equal to probability of choosing first urn and drawing a white marble from it, or choosing second urn and drawing a white marble from it. That is probability of A and B or C and D. Probability of A intersection B union C intersection D. Probability of A intersection B plus probability of C intersection D. That is probability of A into probability of B given A plus probability of C into probability of D given C. Probability of A choosing first year, that is 1/2 plus അത് ചൂസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു വൈറ്റ് മാർബിൾ കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ്. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് മാർബിൾ ചൂസിങ് ഫസ്റ്റ് ഏൺ ആണ്, അതാണ് ബി ഗിവൺ എ. അപ്പോൾ 4/7. അടുത്തത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അല്ലെങ്കിൽ ചൂസിങ് സെക്കൻഡ് ഏൺ, ദാറ്റ് ഈസ് 1/2. പിന്നെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് മാർബിൾ വെൻ വി ചൂസ് ദി സെക്കൻഡ് ഏൺ, ദാറ്റ് ഈസ് 2/7. ആ കണ്ടീഷൻ അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ രീതിയിൽ വേണം ചെയ്യാൻ. 1/2 ഇൻറ്റു 4/7 പ്ലസ് 1/2 ഇൻറ്റു 2/7. That is 4/14 plus 2/14 equal to 6/14 equal to 3/7. A bag contains 8 balls identical except for color, of which 5 are red and 3 white. A man draws 2 balls at random, one after another, without replacement. What is the probability that one of the balls drawn is white and other red? What would be the value of these probabilities if a ball drawn is replaced before another ball is drawn? A bag contains 8 balls, 5 red and 3 white. A man draws 2 balls at random, one after another, without replacement. What is the probability that one of the balls is drawn is white and the other red? The probability of one of the balls is white and the other red. ഇത് 2 രീതിയിലാണ്.
ആദ്യം ഒരു വൈറ്റ് ലഭിക്കുക, പിന്നീട് റെഡ്, അല്ലെങ്കിൽ ആദ്യം റെഡ് പിന്നീട് വൈറ്റ്. ഇങ്ങനെ രണ്ട് രീതിയിലാവാം. പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ഈസ് വൈറ്റ് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ്, ഓർ ഫസ്റ്റ് ഈസ് റെഡ് ആൻഡ് സെക്കൻഡ് ഈസ് വൈറ്റ്. ദാറ്റ് ഈസ് എ ആൻഡ് ബി ഓർ സി ആൻഡ് ഡി. Probability of A and B, that is A intersection B, or means union C intersection D. ഇത് രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഇതിലേതെങ്കിലും ഒന്നാണ് വരുന്നത്. അത് പ്രോബിലിറ്റി ഓഫ് വൺ ഓഫ് ദ ബോൾ വൈറ്റ് ആൻഡ് ദ അതർ റെഡ് എന്നാണ്. അപ്പോൾ ഒന്നുകിൽ ആദ്യം വൈറ്റ് പിന്നെ റെഡ്, അല്ലെങ്കിൽ ആദ്യം റെഡ് പിന്നീട് വൈറ്റ്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് P of A intersection B plus P of C intersection D. ഇനി P of A intersection B എന്ന് പറഞ്ഞാൽ P of A into P of B given A എന്നാണ്. Probability of A into probability of B given A. That is probability of the event A. That is probability of getting a white ball in the first case into probability of getting a red given that A has happened. ആദ്യം വൈറ്റ് കിട്ടിയതിന് ശേഷം ബി റെഡ് കിട്ടുക. അതാണ് ഇവിടെ പറയുന്നത്. P of A എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഒരു വൈറ്റ് ബോൾ ലഭിക്കുക. അതായത് 5 റെഡും 3 വൈറ്റാണ്. അപ്പോൾ 3/8 ഇൻറ്റു, അപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്തു 3/8 വൈറ്റ് ബോൾ എടുത്തതിന് ശേഷം പിന്നെ എന്തുണ്ടായിരിക്കും? 5 റെഡും 2 വൈറ്റും ഉണ്ടാവും. 5 റെഡും 2 വൈറ്റ്, അതിനൊരു റെഡ് കിട്ടണം. അപ്പോൾ 5/7 ഒന്നുകിൽ അങ്ങനെ പ്ലസ്, അല്ലെങ്കിൽ ആദ്യം വൈറ്റ് ബോൾ ലഭിക്കുക 5/8. അപ്പോൾ ആദ്യം വൈറ്റ് ബോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 4, ആദ്യം റെഡ് ബോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 4 റെഡും 3 വൈറ്റുമാണ്. 4 റെഡും 3 വൈറ്റും, അതിൽ നിന്ന് ഒരു വൈറ്റ് എടുക്കണം. അപ്പോൾ 3/7, 3/8 ഇൻറ്റു 5/7 പ്ലസ് 5/8 ഇൻറ്റു 3/7. ഇവിടെയൊക്കെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ആദ്യം വൈറ്റ് എടുത്ത ശേഷം, ഇവിടെ ആദ്യം റെഡ് എടുത്ത ശേഷം, അതാണ് ഇങ്ങനെ കണ്ടീഷൻ പറയുന്നത്. കൊണ്ടാണ് നമ്മളിങ്ങനെ B given A, D given C എന്നൊക്കെ എഴുതിയത്. അപ്പോൾ 15/56 പ്ലസ് 15/56, ദാറ്റ് ഈസ് 30/56, 15/28. If ball drawn is replaced before another drawn, if one of the balls is white and the other red, ആദ്യം വൈറ്റ് പിന്നെ റെഡ്, ആദ്യം റെഡ് പിന്നെ വൈറ്റ്, അങ്ങനെ എഴുതാം. If first is white and second is red, or first is red and second is white. P of A and B or C and D. P of A intersection B union C intersection D. P of A intersection B plus P of C intersection D. ഇവിടെ P of A intersection B എന്ന് പറഞ്ഞാൽ P of A into P of B തന്നെ എഴുതാം. കാരണം ആദ്യം ഒരു വൈറ്റ് ബോൾ എടുക്കുന്നു, പിന്നീട് അത് തിരിച്ച് അതിലേക്ക് തന്നെ വെക്കുന്നു, രണ്ടാമതൊരു ബോളും കൂടെ എടുക്കുന്നു. അപ്പോൾ രണ്ടാമത് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന പോലെ, കാരണം ആദ്യം എടുത്ത ബോൾ അതിലേക്ക് തന്നെ വെച്ചു, ഒരു കണ്ടീഷൻ അവിടെ പിന്നെ വരുന്നില്ല. അപ്പോൾ P of A into P of B പ്ലസ് P of C into P of D തന്നെ എഴുതാം. ഏതാണ് P of A എന്ന് പറഞ്ഞാൽ? ആദ്യം ഒരു വൈറ്റ് ബോൾ ലഭിക്കുന്നു. ആകെയുള്ള വൈറ്റ് ബോൾസിൻ്റെ എണ്ണം 3 ആണ്. ആകെ 8 ബോൾസ് ഉണ്ട്. അപ്പോൾ 3/8, 3/8 ഇൻറ്റു, പിന്നെ അത് തിരിച്ചു വെച്ചു. അപ്പോൾ വീണ്ടും അതിലെന്തുണ്ട്? 3 വൈറ്റും ഉണ്ട്, 5 റെഡും ഉണ്ട്, പിന്നെ ഒരു റെഡ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ 5/8. അതല്ലെങ്കിൽ ആദ്യം റെഡ് ലഭിക്കുക, 5 റെഡും 3 വൈറ്റുമാണ്, അപ്പോൾ 5/8. അതിനുശേഷം അത് തിരിച്ച് അതിലേക്ക് തന്നെ വയ്ക്കുന്നു. അപ്പോൾ വീണ്ടും അതിൽ 3 വൈറ്റും 5 റെഡും തന്നെയാണ്. അപ്പോൾ വൈറ്റ് കിട്ടാൻ 3/8, 3/8 ഇൻറ്റു 5/8 പ്ലസ് 5/8 ഇൻറ്റു 3/8, ദാറ്റ് ഈസ് 15/64 പ്ലസ് 15/64, 30/64, 15/32. One bag contains 4 white and 2 black balls. Another contains 3 white and 5 black balls. One ball is drawn from each bag. Find a probability that both are of same color. രണ്ടും സെയിം കളർ ആണെങ്കിൽ ഒന്നുകിൽ ആദ്യത്തേന്ന് വൈറ്റ് രണ്ടാമത്തേന്ന് വൈറ്റ്, അപ്പോൾ സെയിം കളറായി. അല്ലെങ്കിൽ ആദ്യത്തേന്ന് ബ്ലാക്ക് രണ്ടാമത്തേന്നും ബ്ലാക്ക്, അപ്പോഴും സെയിം കളറായി. അപ്പോൾ probability that both are of same color equal to probability that a white ball from the first bag and a white ball from the second bag, or a black ball from the first bag and a black ball from the second bag. That is A and B or C and D. A intersection B union C intersection D. Probability of A intersection B plus probability of C intersection D. അപ്പോൾ A intersection B ആണ് P of A into P of B ആണ്. കാരണം ഇത് ആദ്യത്തേന്ന് വൈറ്റ് എടുക്കുക രണ്ടാമത്തേന്ന് വൈറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടീഷൻ ഒന്നുമില്ല. P of A എന്ന് പറഞ്ഞാൽ 4/6, P of B എന്ന് പറഞ്ഞാൽ 3/8, P of C എന്ന് പറഞ്ഞാൽ ആദ്യത്തേന്ന് ബ്ലാക്ക് 2/6, P of D എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന്ന് ബ്ലാക്ക് 5/8, P of A into P of B plus P of C into P of D. P of A, probability of selecting a white from the first bag 4/6. P of B എന്ന് പറഞ്ഞാൽ probability of selecting a white ball from the second bag 3/8 plus P of C, probability of selecting a black ball from the first bag 2/6.
P of D, probability of selecting a black ball from the second bag, 5 by 8. But 3 into 4, 12 by 48, 10 by 48, 22 by 48, that is 11 by 24.